ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ ഇഷ്യൂസ് ഓൺ. അപ്പോൾ നമ്മൾ കുറേ ആയല്ലേ വീഡിയോ നമ്മൾ ചെയ്തിട്ട് കുറേ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏതായാലും ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിനകത്ത് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ ന്യൂസസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് പലതും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമുക്കൊരു ടെലിഗ്രാം ചാനൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അതിന്റെ ഒപ്പീനിയൻ താഴെ ഒന്ന് ഷെയർ ചെയ്യട്ടോ. ഫോർ എക്സാമ്പിൾ ഇൻസ്പെക്ടറിന്റെ എനിക്ക് തോന്നുന്നു ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് കുറെ പേർക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടെന്ന് അറിഞ്ഞു. പിന്നെ നമ്മളെ ALP-യുടെ വേക്കൻസീസ് 11,000-ഓളം വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, അതായത് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അതുകൂടാണ്ട് ഗ്രേഡ് 1-ന്റെ അവിടെ ഷോർട്ട് ലിസ്റ്റോ കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിനിടക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ലൈൻമാൻ പോലുള്ള എക്സാമിന്റെ ഒക്കെ അവിടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതേപോലെ KSEB-AE ഏകദേശം 100-ഓളം വേക്കൻസീസ് അവിടെ PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അങ്ങനെ കുറെ ന്യൂസസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ പലതും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, എനിവേ നിങ്ങൾ അതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുന്നതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ എൻട്രി ചാനലിലെ കൂടെ അതെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുന്നതാണ് മനസ്സിലാക്കുന്നത്. എനിവേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ കുറച്ചധികം തീരുമാനങ്ങൾ അവർ എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഉയർത്തി എന്നുള്ളതാണ്. ഇതിന് നമ്മൾ രണ്ട് ആസ്പെക്റ്റും ഉണ്ട്. പോസിറ്റീവും ഉണ്ട്, അതേപോലെ നെഗറ്റീവും ഉണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ കൂടുതൽ കമന്റ്സിലേക്ക് ഞാനിപ്പോ വരുന്നില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത്. PSC നിയമനത്തിന് അപേക്ഷിക്കാനുള്ള നിലവിലുള്ള പ്രായപരിധിയിൽ 4 വർഷത്തെ വർധനവ് വരുത്തി. ജനറൽ വിഭാഗത്തിന് നിലവിലുള്ള പ്രായപരിധി 36 എന്നത് 40ആയും, പ്രായപരിധിയിൽ ഇളവ് ലഭ്യമായ മറ്റു വിഭാഗക്കാർക്കും തത്തുല്യമായ വർധനവ് ലഭ്യമാക്കും. ഓൾറെഡി ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്കൊന്ന് 2 മാസം മുന്നേ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു സൂചന നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇലക്ഷന് മുന്നേ ഇത് 40 ആക്കാനുള്ള സാധ്യത വളരെ അധികം ഉണ്ട് എന്നുള്ള രീതിയിൽ ഏകദേശം അതേപോലെ തന്നെ അവിടെ വന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ OBC കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ, 40 എന്നുള്ളത് 43 ആവും. സോറി, 39 എന്നുള്ളത് 43 ആവും. ഓക്കെ, കാരണം വെച്ചാൽ മുന്നേ 36 ഉണ്ടായിരുന്നപ്പോ 3 വർഷം ഏജ് റിലാക്സേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം 39 വരെയുള്ളവർക്ക് അപ്ലൈ വേണ്ടി പറ്റുമായിരുന്നു. ഇപ്പൊ 39+4 43ആയിട്ട് മാറിയിട്ടുണ്ട്. SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷമാണ് ഏജ് റിലാക്സേഷൻ. അപ്പോ 45 വയസ്സ് വരെ അവിടെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നുള്ളത്. കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം ഇതേപോലെ. ഓക്കെ, താങ്ക് യു.